അടുത്തേക്ക് പോവാട്ടാ. ബാബിൻ്റെ അടുത്തേക്ക് നേരത്തെ പോകണമെന്ന് കരുതിയത്, പക്ഷെ ആയില്ല. ആവാത്തതല്ല, ആക്കായിരുന്നു. 9 മണിക്ക് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ 10 മണി 9:30 കഴിഞ്ഞു. അപ്പം ഞാൻ പണി ബാബി വിളിച്ചിട്ട് ആളുണ്ടെന്ന് പറഞ്ഞപ്പം ഒന്ന് സ്ലോ ആക്കിയിട്ടോ പണി. ഞാൻ പെടഞ്ഞ് പിടിച്ചിട്ടാണെങ്കിലും 9 മണിക്ക് പോകണമെന്നാണ് കരുതിയത്. പിന്നെ സ്ലോ ആക്കി. പിന്നെ ഫുഡ് കൊണ്ടുപോകാമല്ലോ എന്ന് കരുതി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാമല്ലോ, ഇടയ്ക്കൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ടൊന്ന് ഉമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. കൈപ്പത്തിരിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ചോറുണ്ടാക്കാൻ എന്നാലും തന്നെ തല ദിവസമൊക്കെ കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഇവിടെ ഒന്ന് ക്ലീനാക്കിയിട്ട് പാത്രം കഴുകാമെന്ന് പറയുന്നുണ്ട്. ക്ലീനാക്കിയിട്ട് പോട്ടെ വേഗം. അപ്പോൾ നമ്മൾ മക്ലൂബ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങോട്ട് കയറി കുളിച്ച് മാറ്റാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്ക കുളിച്ച് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പറയുന്നുണ്ട് ഞാനടാക്കി തരാം, കുളിച്ച് മാറ്റിക്കോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കും തന്നെ കുറച്ച് ദിവസമായ കുട്ടികളൊക്കെ കണ്ടിട്ടപ്പോൾ ഒന്ന് കാണാമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാനൊക്കെ കയറി വന്നപ്പോഴത്തേനും വിക്കനെ റൂമിൽ കാണാനില്ല കേട്ടോ. അപ്പത്തേനും എനിക്ക് തോന്നി ആൾ പോയിട്ടുണ്ടാവുമോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഇക്കനെ കാണാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റൂമൊന്ന് റെഡി ആക്കട്ടെ എന്ന് കരുതിയിരുന്നു കേട്ടോ. റൂമൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. സമയമില്ലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ബാബി വിളിച്ചും ചെയ്തല്ലോ ആളുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ റൂമൊക്കെ റെഡി ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ പോയത്. ഇക്കൻ്റെ കൂടെ പോവാന്നാട്ടോ പറഞ്ഞിരുന്നത്. ഇക്ക പോയോ എന്നറിയില്ല. ഞാൻ കുറച്ച് ലേറ്റായി. വേഗം പോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ച് പോയിട്ടാ. ഇന്ന് വെയിറ്റ് ചെയ്തൊന്നും അടുത്ത് പോയിണ്ടാവും. നമ്മളെ മക്കളൂപ്പതാ റെഡി ആയിട്ട് ലേറ്റ് വേണം പോവാനായിട്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മക്ലൂബ അപ്സൈഡ് ഡൗൺ ആക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടോ വെച്ചത്. അങ്ങനെയാണ് മക്ലൂബ. പക്ഷേ ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം പൊങ്ങിയിട്ടാണ്. കണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബിരിയാണി വിളമ്പണ പോലെ വിളമ്പാം. ഞാൻ വിളിച്ചോട്ടെ, ഞങ്ങളെ വീട് കഴിഞ്ഞ് മാറിയിട്ടാട്ടോ നിർത്തിയത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല വീട്. അങ്ങണ്ടായിരുന്നേ. പള്ളിയാറിലെ മോമട്ടിക്കാരന്റെ വീടാണ് അവനെ വിട്ട്. മോമട്ടിക്കാരന്റെ വീട് ഇതാണ്. ഞാൻ ബാബിയുടെ അടുത്തേക്ക് പോവാ. ഉമ്മല്ല, പോയിട്ട് വരാം.